ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. തലേ ദിവസം പിന്നെ പിറ്റേ ദിവസത്തെ ഒരു ഏകദേശം നൈറ്റ് വരെയുള്ളതാണ്. അപ്പോൾ ഇതായിക്ക സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ആദ്യം കവറൊക്കെ പൊട്ടിച്ച് നോക്കി, സ്നാക്സൊക്കെ പാത്രത്തിലാക്കി. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ്, എനിക്കിഷ്ടമാണ് ആ സ്നാക്ക്. അപ്പോൾ അത് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് സെക്ഷൻ തിരിക്കാം. പച്ചക്കറി എല്ലാം കൂടി ഒരുമിച്ച് വെക്കാം, പിന്നെ പയറുവർഗ്ഗങ്ങളെല്ലാം ഒരുമിച്ച്, ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ ടോയ്ലറ്റ് ക്ലീനിങ് ഐറ്റംസും പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ, അതൊക്കെ പിന്നെ വേറെ കവറിൽ തന്നെ ആയിട്ടാണല്ലോ കൊണ്ടുവരാം. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലിട്ട് വെക്കാം. അപ്പോൾ പതിമുഖം ആദ്യം ഇട്ട് വെക്കാം, വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ ആദ്യമായിട്ടാണ് തോന്നുന്നു വാങ്ങിക്കുന്നത്, വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ ആവും വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് വല്ലത് മണ്ടോ നോക്കിയത്, പക്ഷേ അങ്ങനെയൊന്നും കാണാനില്ല. പക്ഷേ ഈ പൊടി കൊള്ളാം, നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാനത് ഓരോ പാത്രത്തിലാക്കി വെക്കാൻ നോക്കുകയാണ്, കടലപ്പയർ ഐറ്റംസൊക്കെ. അപ്പോൾ കുറച്ച് ഉഴുന്ന് ബാക്കിയുണ്ടായിരുന്നു, നമുക്കൊരു തവണ ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ അതങ്ങനെ വെച്ചതാണ്. അപ്പോൾ ആദ്യം അത് ഒഴിവക്കല്ല, വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് ഫ്രഷ് കൂടുന്നത് അടിയിലിട്ടിട്ട് പിന്നെ അത് മീതെ ഇടാലോ എന്നുള്ള അങ്ങനെ ഒരു ഐഡിയയിലാണ് ചെയ്തത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടെയ്നർ ഞാനിവിടെ അടുത്ത ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല യൂസ്ഫുള്ളാണ്, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അളവാണെങ്കിലും അതിൽ നോക്കാം, ഒരു കപ്പിൻ്റെ അളവ് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണത്. പിന്നെ ചെറുപയർ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ചെറുപയർ കഞ്ഞി, ചോറ് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വാങ്ങിക്കും. ഇപ്പോൾ ഞാനൊരു പാക്കറ്റാണ് പൊട്ടിച്ചിടുന്നുള്ളൂ, മറ്റേത് നമുക്കവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ കണ്ടാൽ ഇങ്ങനെ നല്ല സേഫായിട്ട് വെക്കാം. അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ അതുപോലെ എടുത്ത് വെക്കുകയാണ്. വെള്ളക്കടല, ഇവിടെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങൾ. ഒരാൾക്ക് വെള്ളക്കടല ഇഷ്ടം, ഒരാൾക്ക് കറുപ്പ് കടല ഇഷ്ടം, ഒരാൾക്ക് ഗ്രീൻ പീസ് ഇഷ്ടം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ കറി വെച്ചാൽ നിർബന്ധിച്ച് എല്ലാവരും കഴിപ്പിക്കുമ്പോൾ അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇത് കണ്ടോ, ഗ്രീൻ പീസിൻ്റെ വൈറ്റ് പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ കഴിച്ചിട്ടുമില്ല ഇതുവരെ, ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇതുവരെ, ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇൻഷാല്ലാ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ മറ്റേ കണ്ടെയ്നർ 3 സെറ്റാണ് എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം നമുക്ക് വേറൊരു അതിലിട്ട് വെക്കാം. ഒരു സെറ്റിൽ വേറെ എന്തോ ആണ്, ഇപ്പോൾ 2 സെറ്റ് വെച്ചു. ഇനി ഫ്രൂട്ട്സും കൂടി ആക്കി വെച്ചു. പിന്നെ പച്ചക്കറികൾ ഫ്രിഡ്ജിൽ വെച്ചു. തക്കാളിയും അങ്ങനെ കഴുകിയിട്ട് വെക്കാനുള്ള ഐറ്റംസ് കഴുകിയിട്ടാണ് വെക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ ചില ഐറ്റംസ് കവർ കൊടുക്കാൻ തന്നെ വെക്കും, അല്ലെങ്കിൽ ചിലത് കവർ ചെയ്ത് മാറ്റിയിട്ട് വെക്കും, കഴുകിയിട്ട് അങ്ങനെ വെക്കാറില്ല. പിന്നെ നാളത്തേക്കുള്ള കറി മീൻകറിയാണെങ്കിൽ മിക്ക ദിവസവും ഞാൻ തലേ ദിവസം തന്നെ വെക്കും, അല്ലാത്തപ്പോൾ രാവിലെ വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ സ്രാവ്, മീൻകറി, തേങ്ങ അരച്ച്, ആദ്യം ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മാത്രം അങ്ങനെ ഇട്ട് വെക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഒക്കെ വന്നിട്ട് പറഞ്ഞു തേങ്ങ അരച്ച് വെക്കാമെന്ന്. അപ്പോൾ അങ്ങനെ തേങ്ങ കറിയാക്കിയിട്ട് വെക്കുകയാണ്. ഇപ്പോൾ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോയി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അത് ചെയ്യണം. അങ്ങനെ നമ്മൾ നേരെ കിടന്നുറങ്ങാൻ പോയി. ഇപ്പോൾ ഇതാ നേരം വെളുത്ത് ഞാൻ പൊതുവെ നേരെ കിച്ചണിലേക്കാണ് പോവാറ്. അപ്പോൾ ഇന്ന് വെറുതെ ഒന്നിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല, ബട്ട് ഞാനങ്ങനെ നേരെ അടുക്കളയിൽ അങ്ങനെ പോവും. അപ്പോൾ അതാ നേരം ചെറുതായിട്ട് അങ്ങനെ വിളിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഒരു 5:30-6 മണി ആ ഒരു ടൈമാണ്. അപ്പോൾ വെള്ളം ഞാൻ ഇന്നലെ തലേ ദിവസം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി, ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു, അരിയിട്ടു, അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ അരി അരച്ചിട്ടുള്ള ദോശയാണ്, തേങ്ങയും ഇതൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ദോശ. പിന്നെ നമ്മുടെ മീൻകറി നല്ല അടിപൊളി സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് തൂമിക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇന്ന് കടച്ചക്ക ഉപ്പേരിയാണ്. അപ്പോൾ അത് ഒന്ന് ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് വറവിട്ടു. പിന്നെ ഇതാ മീൻ പൊരിച്ചു. അപ്പോൾ അതാ ഒരാളിന്ന് നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അവിടെ കൗണ്ടർ ടോപ്പിൻ്റെ മീതെ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനിതാ ഉഴുന്ന് എന്താ പറയുക പച്ചരി അതൊക്കെ വെള്ളത്തിലിട്ടു ദോശയൊക്കെ അരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ചെറുപയറല്ല മമ്പയർ കുട്ടികൾക്ക് വൈകുന്നേരത്തിന് ശർക്കരയും ഇതൊക്കെ ഇട്ടിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അത് വളർത്തിയിട്ട് പിന്നെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ട് നേരെ പോയി കുളിച്ച് അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ടു. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മോനെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇത് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തെ ബാക്കി കുറച്ച് കട്ടൻ ചായ ഉണ്ട്, അതൊക്കെ കൂടെ കുറച്ചുകൂടി ഏലക്കായുടെ ഫ്ലേവറുള്ള ചായപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ച് സ്ട്രോങ് ആയിട്ടൊരു പാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കുകയാണ്. എനിക്ക് പാൽ ചായ കുടിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ചായ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കൂടെ തന്നെ കുറച്ചുകൂടി പൊടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അതാ നല്ല അടിപൊളി ചായ, നല്ല സുഖമായി ചായ കുടിക്കാൻ. ഏലക്കായുടെ ഫ്ലേവർ, എനിക്ക് പൊതുവേ ഏലക്കായുടെ ഫ്ലേവർ കടിക്കണേ ഇഷ്ടമല്ല, പക്ഷെ ആ ഒരു ടേസ്റ്റ് വരുന്ന ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആറ്റി ചായപ്പൊടിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് ഒരു കപ്പ് ചായ എടുത്ത് അവിടെ കൊടുന്ന് വെച്ചു. പിന്നെ ഇന്നൊരു ബ്ലാങ്കറ്റ് കഴുകാനുണ്ടായിരുന്നു. അപ്പം ക്ലൈമറ്റ് ഇങ്ങനെ മഴ പെയ്യണം, കുറച്ച് നേരം പെയ്യും കുറച്ച് നേരം പെയ്യില്ല, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കഴുകണോ വേണ്ടോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കുറച്ച് നേരം കൺഫ്യൂഷൻ അടിച്ചു നിന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ച് എന്തായാലും കഴുകാമെന്ന് വിചാരിച്ച് അത് ഞാൻ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലാണ് കഴുകാറ്. അപ്പോൾ അതിൽ കൊണ്ടിട്ടു. അത് പിന്നെ അതിൻ്റെ പണി അവിടെ എടുത്തോളുമല്ലോ. പിന്നെ അതാ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി തലേദിവസത്തെ വെള്ളം ജഗ് അത് കൊണ്ടുവന്നു. അങ്ങനെ അതൊക്കെ ആയിട്ട് താഴത്തേക്ക് വന്നു. പിന്നെ ചായയും ഇന്നലെ ഞാൻ പറഞ്ഞ സ്നാക്സും കൂടിയിട്ട് എടുത്തിട്ട് വന്ന് പഠിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ ബുക്ക് കണ്ടപ്പോൾ ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ അങ്ങനെ വായിച്ചപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി വീണ്ടും വായിച്ചാണല്ലോ വിചാരിച്ച് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഞാൻ ലാസ്റ്റ് വായിച്ച പോർഷൻ. അപ്പോൾ അത് തിരഞ്ഞ് കണ്ടുപിടിച്ച് അത് കുറച്ച് ഒരു 2-3 പേജ് വായിച്ചു. പിന്നെ ഞാൻ ഡേറ്റ് ഇട്ട് വെച്ചു ഇനി മാറണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ മുന്നേ നമ്മൾ അറ്റൻഡ് ചെയ്ത് നോട്ട്സൊക്കെ എഴുതിയിട്ടുള്ള ക്ലാസ്സിൻ്റെ ഒന്ന് വായിച്ചു നോക്കി. ഞാൻ കുറച്ച് ദിവസം മുന്നേ ജസ്റ്റ് ഒന്ന് എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. വായിച്ചു നോക്കല്ല, നമ്മളിങ്ങനെ കാണാതെ പഠിക്കൂലേ, അതേപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഇതിപ്പോൾ ഡിസംബറിലുള്ള എക്സാമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് ഞാൻ ഡെയിലി 1 മണിക്കൂർ എങ്ങനെയെങ്കിലും പഠിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലും മാർക്ക് ചെയ്തതും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു. അതുതന്നെയാണ് നോട്ടിലേക്കും ഞാൻ എഴുതുന്നത്. അത് ഒരു എക്സ്പീരിയൻസ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ വായിച്ച് പഠിച്ചാൽ അതൊന്ന് എഴുതും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാ പുതിയ ക്ലാസ് കാണുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് നോട്ട്സ് കുറച്ച് എഴുതാൻ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് പെട്ടെന്ന് എഴുതിയെടുത്തു. എന്നിട്ട് ഇന്നത്തെ മീൻസ് റെക്കോർഡഡ് ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാണാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ ഹൈലൈറ്റേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നോട്ട് ചെയ്ത് വെക്കാറ്. അങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോഴാണ് ഇക്കാടെ കൂടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ വന്നത്. അവൻ്റെ സിസ്റ്ററുടെ എൻഗേജ്മെൻറ്റ് നിക്കാഹ് എന്തോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വീറ്റ്സ് കൊണ്ടുതരാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ പഠിക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. പിന്നെ മുട്ടായിയൊക്കെ തിന്നാൻ വിചാരിച്ച് വന്നു. പിന്നെ മോൻ നീക്കുകയും ചെയ്തു. അവൻ ഉറങ്ങുമ്പോഴാണ് ഞാൻ കോമൺലി അങ്ങനെ പഠിക്കാനിരിക്കാറ്. ഉണർന്നു കഴിഞ്ഞാലും പഠിക്കും, പക്ഷേ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കാതിരിക്കുമ്പോൾ അവൻ ഉറങ്ങുന്ന ടൈമിലാണ്. പിന്നെ
ഞങ്ങൾ രണ്ടുപേരും കൂടി കിച്ചണിലേക്ക് വന്ന് അരിയും ഉഴുന്നൊക്കെ അരക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഞാൻ കഴിഞ്ഞ തവണ നൈറ്റിൽ അങ്ങനെ ചെയ്തപ്പോൾ മീൻസ് നൈറ്റിൽ അരച്ച് വെച്ചപ്പോൾ കാലത്ത് അത്ര നന്നായിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3:30 ആ ഒരു ടൈമൊക്കെയാണ്. അപ്പോൾ ഞാനപ്പോൾ തന്നെ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കണ്ട ആളോടി വന്നിട്ടുണ്ട്. ഇതുവരെ അവിടെ ടി വി കാണുമായിരുന്നു. അപ്പോൾ അരക്കണ സൗണ്ട് കേട്ടോ നമ്മളിവിടെ എന്തെങ്കിലും പണി ചെയ്യാന്നുണ്ട് അപ്പോൾ ഓടി വരും. ഇതിൻ്റെ മീതെ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നമ്മളത് വേഗം അരച്ച് സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ പയർ വേവിച്ച് കുട്ടികൾ വരാനായല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് വേവിച്ച് സ്കൂളിട്ട് വരുമ്പോൾ തന്നെ എന്താ കഴിക്കാൻ സ്പെഷ്യൽ. അപ്പോൾ ചോറ് വെച്ചോ പറഞ്ഞാൽ പറയും വേറെ ചോറല്ലാതെ എന്താ ഉള്ളതെന്ന് വെച്ചിട്ട് വരും. അപ്പോൾ പിന്നെ ഡെയിലി ഇതുപോലെ ഏതെങ്കിലും ഒരു പീസ് ഐറ്റംസ്, എന്താ പറയുക, പയർ കടല അങ്ങനത്തെ ഐറ്റംസിൽ എന്തെങ്കിലും ഒന്ന് കറിയായിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കാറ്. പിന്നെ ഇങ്ങനെ ശർക്കര ഇതിട്ട് കഴിഞ്ഞാലും ഇവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് വേവിച്ച് അതും കൂടി പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ വന്നവർക്ക് കഴിക്കാമല്ലോ. ശർക്കരയും കുറച്ച് തിളപ്പിച്ച വെള്ളവും പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2 വിസിലും കൂടി അടിച്ചപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് പയറൊന്ന് അങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല കുറച്ചുകൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് ഞാൻ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഓക്കെയാണ്, നമുക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതാക്കി പിന്നെ ശർക്കരയും തേങ്ങയും ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ 2-3 ഏലക്കയും കൂടി അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ രാത്രിക്കുള്ള ചപ്പാത്തിയും കൂടി വേഗം അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരാനായല്ലോ. അപ്പോൾ വൈകുന്നേരം കുട്ടികളുടെ കൂടെ കുറച്ച് നേരം പഠിക്കാനും നമ്മൾ ഇരുത്തി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ആവശ്യമുണ്ട്. അപ്പോൾ അത് ചപ്പാത്തി ഉണ്ടാക്കലും കാര്യങ്ങൾ ലേറ്റ് ആക്കണമെന്ന് വിചാരിച്ചാൽ അത് വേഗം ചെയ്തു. അല്ലാത്ത സമയത്ത് അവർ തന്നെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളങ്ങനെ ഇരുത്തി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്കത് പൊതുവെ വലിയ താല്പര്യമില്ല നമ്മളങ്ങനെ ഭയങ്കര ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ എക്സാം ടൈം ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് കൂടെ ഇരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിയും കാര്യങ്ങളും ചുട്ടു. പിന്നെ ലാസ്റ്റ് കുറച്ച് വേസ്റ്റിനായത് പാടത്ത് കൊണ്ടുപോയി കൊട്ടാൻ വരുന്നപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ പാടത്തിൻ്റെ അവസ്ഥ. അത് നല്ലൊരു റംബുട്ടാൻ്റെ തൈയായിരുന്നു. പക്ഷെ മഴ പെയ്തിട്ട് ആകെ മൊത്തം നാശമായിപ്പോയി. പിന്നെ കുറേ വാഴകളൊക്കെ വീണ് പോയി. പിന്നെ കുറേ എണ്ണം നമുക്ക് പഴം ഉണ്ടായിട്ട് അങ്ങനെ വെട്ടിക്കളഞ്ഞു അങ്ങനെയൊക്കെ. പിന്നെ അത് മഴ പെയ്തിട്ട് ഇവിടെ കുറച്ച് സൈഡ് അങ്ങനെ കുളം എന്ന് പറയാൻ പറ്റില്ല, അതുപോലൊരു ഇത്. അപ്പോൾ അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് അതിലാണ് കൊണ്ടിടാറ്. അപ്പോൾ അത് മീനുകൾ വന്നിട്ട് കഴിക്കും. തെങ്ങിന് തലൊക്കെ ഉണ്ട്, അതൊക്കെ വെള്ളം മഴ പെയ്തിട്ട് അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ ഇവിടെ ചീനമുളക്, കടലാസ് മുളക് എന്ന് തോന്നുന്നു ഇതിന് പറയാം, അതുണ്ട്. എരിവ് കുറവാണ്, പക്ഷേ കുറവാണെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാറില്ല അങ്ങനത്തെ മുളക്. അപ്പോൾ ഇക്കൊക്കെ പറഞ്ഞാൽ എരിവ് കുറവാണെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, കുറച്ചധികം ഉണ്ടായിട്ടുണ്ട്. രണ്ട് മൂന്നാല് തൈകളുണ്ട്. അപ്പോൾ ഉണ്ടായതൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ചിടും. പൊതുവെ ഒക്കെ വരുമ്പോൾ ഞാൻ ഈ വെച്ചാൽ ഇതിലൊന്നും എനിക്ക് ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല, എൻ്റെ കൈ ഇതിലൊന്നുമില്ല, ഒക്കെ തന്നെ ചെയ്തതാണ്. എന്താ പറയുക, മുളകും തൈയും ഇങ്ങനത്തെ കൃഷി കാര്യങ്ങളെല്ലാം ആളാണ് ചെയ്യുന്നത്. കണ്ട ഇഞ്ചിയൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല എരിവാണ്. പിന്നെ പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ കുറച്ച് ദിവസം മുന്നേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പഴുത്തത് കൊണ്ട് ചിലപ്പോൾ വിത്തിന് വേണ്ടിയിട്ട് അവിടെ നിർത്തിയത് അങ്ങനെ എന്തുണ്ടാവും. പിന്നെ ഇതുപോലെ നല്ല ബട്ടറിൻ്റെ ഒരു തൈയായിരുന്നത്, അതും നാശമായിട്ടുണ്ട്. ഇനി വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ എന്നുള്ളത് അറിയില്ല.
അപ്പോൾ നേരത്തെ ആ വെള്ളത്തിൽ അങ്ങനെ ഒരു കുമിളകൾ പോലെ വന്നില്ലേ, അത് മീൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നുള്ള തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിച്ച ചീനമുളകും പിന്നെ അതുപോലെ കുറച്ച് ദിവസം മുന്നേ പൊട്ടിച്ചതും ഉണ്ടായിരുന്നു ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് ചമ്മന്തി ഒന്ന് അരച്ചിട്ടൊരു ടേസ്റ്റ് എനിക്കും തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സുർക്കയിലിട്ട് വെക്കാമെന്ന്. അപ്പുറത്തെ താത്ത പറഞ്ഞ് സുർക്കയിലിട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടത്. പിന്നെ ഞാൻ കഴിക്കൂല, പിന്നെ സുർക്കയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്ക് ഇഷ്ടമാണ്, അപ്പോൾ ഇക്ക കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് വെച്ച് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ഉണക്കിയിട്ട് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ചമ്മന്തിയിലും കറിയിലും അങ്ങനെ ഒന്നും ഇട്ടിട്ട് ഒരു ടേസ്റ്റ് തോന്നിയില്ല. അപ്പോൾ അത് വേഗം അപ്പം തന്നെ ഒരു ചെറിയ കുപ്പിയിൽ അത്ര തന്നെ ഉള്ളൂ അത് ചെയ്തു. പിന്നെ രാത്രിയായി അവരെ കൂടെ കുറച്ച്, ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ.